തോറ്റു കഴിഞ്ഞിട്ടും CPM-ന്റെ ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള മൃഗീയമായ അല്ലെ മനുഷ്യത്വ വിരുദ്ധമായ മാനവികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിലും പറയുന്നത് CPM-ന് തിരിച്ചു വരില്ല എന്ന് പറയാനുള്ള കാരണം, സാധാരണ രീതിയിൽ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലർ തോൽക്കും, ചിലർ ജയിക്കും. ഇത് വളരെ സ്വാഭാവികമാണ്. CPM തോറ്റു എന്നുള്ളത് കൊണ്ട് CPM അങ്ങോട്ട് ഇല്ലാതായി പോകുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, തോറ്റ് കഴിയുമ്പോൾ ആ തോറ്റ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കും എന്തുകൊണ്ടാണ് തോറ്റത്, എന്താണ് ഇതിനുള്ള കാരണം, അതവർ കണ്ടെത്തി അത് പരിഹരിക്കും. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അത്തരത്തിലുള്ള പരിശോധന നടത്തുമെന്ന് പറയുന്നു, പക്ഷെ അവർ നടത്തില്ല. ഇനി അവർ നടത്തിയാലും അതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളത് കേരളത്തിലെ സകലമാന മനുഷ്യർക്കറിയാം. എന്തുകൊണ്ടാണ് CPM തോറ്റത്? ഇതിൽ പ്രത്യേകിച്ച് വലിയ പ്രബന്ധങ്ങൾ രചിക്കാനോ വലിയ അന്വേഷണങ്ങൾ നടത്താനോ ഒന്നുമില്ല. പക്ഷെ എപ്പോഴും CPM പറയുന്നതാണ് ആഴത്തിലുള്ള പരിശോധന നടത്തണം. ഞങ്ങൾ തിരിച്ചു വരുന്നൊക്കെ പറയുന്നത്. ആരാ തിരിച്ചു വരുന്നു പറയുന്നത് അറിയോ? പിണറായി വിജയൻ പറയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നത്. ചെങ്ങൈനെ കൊണ്ടാണ് തോറ്റത് എന്ന് അത് തന്നെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? അതായത് CPM തോറ്റതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെ മുഖം വെച്ചുകൊണ്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാതയോരങ്ങളിൽ ആയിരക്കണക്കിന് ഹോർഡിങ്ങുകൾ ഉയർത്തി നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടിയ ഈ വക തെമ്മാടിത്തം, ഇതാണ് ഏറ്റവും പ്രധാനം. ഈ മനുഷ്യനെ വെറുത്തു പോയത് കൊണ്ടാണ്. അതിന് പകരം മറ്റേതെങ്കിലും ഒരു നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു CPM ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എങ്കിൽ ഒരു പക്ഷേ CPM മൂന്നാം തവണയും അധികാരത്തിൽ വരുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. പിണറായി വിജയനാണ് പാർട്ടി, പിണറായി വിജയനാണ്. അതിൽ അങ്ങേപ്പോറമാരില്ല. മറ്റൊന്ന് പകരം വെക്കാൻ ആളില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ ഇതും എന്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. പകരം ആരെ വെക്കും? ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ആരാണ് KC വേണുഗോപാൽ അല്ലെങ്കിൽ ശശി തരൂരുണ്ട്. ഇങ്ങനെ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ കൈവിരലുകളൊന്നും പോരാതെ വരും. അത്തരം മുൻനിര നേതാക്കന്മാരുണ്ട്, ഒന്നാം നിര നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ. രണ്ടാം നിര എന്ന് പറഞ്ഞാൽ ഒന്നാം നിരയെ കവച്ചു വെക്കുന്ന ഊർജ്ജസ്വലരായ ഒരു രണ്ടാം നിരയുണ്ട്, മൂന്നാം നിര, നാലാം നിര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ ബാഹുല്യമാണ്. ഇമാതിരി ഈ CPM-ലെ ഈ ഊള നേതാക്കന്മാരെ പോലെ അങ്ങനെയുള്ള നേതാക്കന്മാരല്ല. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ കോൺഗ്രസിലുണ്ട്, BJP-യിലുണ്ട്. അതേപോലെ തന്നെ BJP-യുടെ ഈ ഒന്നാം നിര നേതാക്കൾ, രണ്ടാം നിര നേതാക്കൾ, മൂന്നാം നിര നേതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ CPM-ൽ ആരാണുള്ളത്? CPM-ന്റെ ഒന്നാം നിര പിണറായി വിജയനെ നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞു, 0 മാർക്കറ്റ് ഒരു സൈഡിലിരുത്തി. പകരം ആരാണുള്ളത്? KK ശൈലജയെ കുറിച്ച് ശൈലജയുടെ PR വർക്കിലൂടെ ഇവരെന്തോ വലിയ കൊളസ്ട്രോൾ ആണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് യഥാർത്ഥത്തിൽ ഇവർ ചെയ്ത തെമ്മാടിത്തങ്ങൾ അല്ലെ വടകരയിൽ ചെയ്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് ജനം ഇവരെയും അല്ലെ KK ശൈലജയെ എത്ര പ്രാവശ്യമാണ് തോൽപ്പിച്ചത്? വടകരയിൽ തോൽപ്പിച്ചു, ഏറ്റവും നാണം കെട്ട തോൽവി. അത് കഴിഞ്ഞിട്ടാണ് സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോയി മത്സരിച്ച് മണ്ഡലം പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞത്. അവസാനം അവിടെയും നാണം കെട്ട തോൽവി. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ആരെ തോൽപ്പിക്കണം, ആരെ ജയിപ്പിക്കണം എന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ ആരാണ് ഈ ഒന്നാം നിരയിലുള്ളത്? ആരും ഇല്ലാന്നേ. പിന്നീട് ആകെ ഉണ്ടായിരുന്ന 2-3 ആൾക്കാർ പോയി. അതാണ് ഏറ്റവും വലിയ രസം. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സംശുദ്ധരായ നേതാക്കൾ പോയി. G സുധാകരൻ പോയി, TKG പോയി, കുഞ്ഞികൃഷ്ണ സഖാവ് പോയി, ഐഷാപ്പറ്റി പോയി. ഇങ്ങനെയുള്ള സംശുദ്ധരായ നേതാക്കളൊക്കെ പോയി. പിന്നുള്ളത് മുഴുവൻ ഇമാതിരിയുള്ള ക്രിമിനൽ സംഘങ്ങളാണ്. G സുധാകരൻ പറയുന്ന പോലെ. രണ്ടാം നിര നേതാക്കൾ, മൂന്നാം നിര നേതാക്കൾ എന്ന് പറഞ്ഞാൽ കോമാളികൾ അല്ലേ? റഹീമിനെ പോലെ, ആർഷോയെ പോലെ, വസീഫിനെ പോലെ, ജെയ്സി തോമസിനെ പോലെ, പിന്നെ ആരൊക്കെയാണ്, ചിന്താ ജെറോം അല്ലെ, ശിവപ്രസാദ്. ഇവരൊക്കെ വായ തുറന്നാൽ വേറൊന്ന് പൂമരനുണ്ട്, എം സ്വരാജുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ, ഈ എം സ്വരാജിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. അതായത് ഈ CPM ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തം അല്ലെങ്കിൽ തോന്നിവാസം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ED ഭൂലോക തട്ടിപ്പുകാരിയായ വീണ വിജയനെ പിടിക്കാൻ വന്നപ്പോ പിണറായി വിജയൻ തന്നെ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ പിടിക്കാനല്ല വന്നത്. ആര് ചോദ്യം ചെയ്യാനാണോ വന്നത്? മോളെ ചോദ്യം ചെയ്യാനാണോ വന്നത്? ഈ മോൾ എന്ന് പറഞ്ഞാൽ SFI-കാരിയോ DYFI-കാരിയോ CPM-കാരിയോ ഒന്നുമല്ല. ഈ വീണയെ ED തട്ടിപ്പ് കേസിൽ
ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ റെയ്ഡ് നടത്താൻ വേണ്ടി വന്നപ്പോ ആ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആക്രമിക്കുക. നമ്മൾ പഴയ പോലെ അല്ലല്ലോ, നമ്മളെല്ലാ ചാനലുകളും ഇത് കാണുകയല്ലേ. ഇഷ്ടിക കട്ടുകൊണ്ട് ഇവർ വന്ന കാർ അടിച്ച് തകർക്കുക, അതിനുള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുക. എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇമ്മാതിരി തമ്മാടിത്തൽ ഇവർ ചെയ്തത്? ചീമൊട്ട എറിയ. എന്തായിരുന്നു ഇവരുടെ ആക്രോശവും ആക്രമണോത്സുകതയൊക്കെ അല്ലേ? എന്നിട്ട് ഈ പൂമരൻ സ്വരാജ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആക്രമണമേ നടത്തിയിട്ടില്ല, ഇതല്ല ഞങ്ങളുടെ ആക്രമണം. പിന്നെ എന്താടോ നിങ്ങളുടെ ആക്രമണം? ഈ ടി പി ചന്ദ്രശേഖരനെ വെട്ടിയ പോലെ 51 വെട്ടി കൊല്ലുകയായിരുന്നു. ഇവന്റെ മനസ്സിലതായിരിക്കും. അതായത് ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും കാറിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇട്ട് 51 വെട്ടി കൊല്ലുക എന്നുള്ളതായിരിക്കും ഇവന്റെ മനസ്സ്. അതാ പറയുന്നത്. ഇതൊന്നും ഒരു ആക്രമണമായിരുന്നില്ല എന്നാണ് ഈ ഇവനൊക്കെ എന്താ വിശേഷിപ്പിക്കുക? നിങ്ങൾ പറ, ഇവനെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? ഈ ദൃശ്യം നമ്മളെല്ലാം കണ്ട് നടുങ്ങിയതാണ് അല്ലേ? മാത്രമല്ല 26 എണ്ണത്തെ പൊക്കി, 26 എണ്ണത്തിനെ പൊക്കി വധശ്രമത്തിന് ഇപ്പതാ റിമാൻഡിലാണ്. തിഹാർ ജയിലേക്ക് പോകും. ജീവിതകാലം മുഴുവൻ ഉണ്ടതെന്ന് കഴിയേണ്ടി വരും. ഇവരുടെയൊക്കെ വീട് കഴിഞ്ഞ ദിവസം CPM-മാർ തന്നെ അവരുടെ എന്താ പറയാ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു. ഏറ്റവും ദരിദ്ര ചുറ്റുപാടിലുള്ള ഈ യുവാക്കള്, ഇവർക്കൊക്കെ എന്താ പറയാ പാർട്ടിയോടുള്ള ആവേശമൊത്ത് ലഹരി അല്ലേ? അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി രക്ഷപ്പെടുക?